കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുമ്പോൾ കോഗ്നിഷൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത, ബിഹേവിയർ, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. സോ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ബിഹേവിയറൽ പാർട്ടിനെയാണ് നമ്മൾ ERP എന്ന് പറയുന്നത്, അതായത് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ. അപ്പോൾ OCDക്ക് ഉപയോഗിക്കുന്ന ടോക്കിംഗ് തെറാപ്പിയുടെ ഭാഗമാണ് ഈ ERP എന്ന് പറയുന്നത്. ERP ബേസിക്കലി ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈ കഴുകുന്ന കാര്യം തന്നെ. സോ ഇവിടെ നമ്മളുടെ ചിന്ത, അതായത് കൈ കഴുകണം എന്നോ അല്ലെങ്കിൽ കൈ അഴുക്കുണ്ട്, വൃത്തിയായിട്ടില്ല എന്നുള്ള ചിന്തയാണ് നമ്മളുടെ ഉള്ളിൽ കൂടുതൽ വരുന്നത്. ഈ ചിന്ത നമ്മളൊരു ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. ഈ ആങ്സൈറ്റി കുറയ്ക്കാനാണല്ലോ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത്. സോ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ചിന്തകൾ ഉണ്ടായിക്കോട്ടെ, നമ്മളുടെ ആങ്സൈറ്റി ലെവൽ കൂടും, പക്ഷേ നമ്മൾ കൈ കഴുകാതിരിക്കുക എന്നുള്ള ആണ് ബേസിക്സ് ആയിട്ട്. നമ്മളുടെ ബോഡിക്ക് എപ്പോഴും ഇങ്ങനെ ആങ്ഷ്യസ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു സമയം കഴിയുമ്പം ആ ആങ്സൈറ്റി തന്നെ താഴെ വരും. നമ്മൾ ആ കമ്പൽസീവ് ബിഹേവിയർ ചെയ്യാതെ തന്നെ നമ്മുടെ ആങ്സൈറ്റി താഴെ വരും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരും. ആ പ്രാക്ടീസ് റിപ്പീറ്റഡ് ആകുമ്പം, ആദ്യമേ ഇത്രയും ആങ്സൈറ്റി ഹൈക്ക് ചെയ്തിരുന്നെങ്കിൽ നെക്സ്റ്റ് ടൈം ഇതേ പ്രോസസ്സിൽ വരുമ്പോഴത്തേക്കും ആ ചിന്ത വരുമ്പം ഇത്രയും വന്നിരുന്ന ആങ്സൈറ്റി അതിൽ താഴെയായിരിക്കും. നെക്സ്റ്റ് ടൈം വീണ്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഈ അതേ ചിന്ത വരുന്നു, ഇത്രയും വന്നിരുന്ന ഇത്രയുമായി, പിന്നെയും അത് താഴോട്ട് അത്രയും ആങ്സൈറ്റി വരുള്ളൂ, അത് ഗ്രാജുവലി താഴോട്ട് വരും. അങ്ങനെ നമ്മളുടെ ബോഡിക്ക് ഫുൾ ടൈം ആങ്ഷ്യസ് ആയിട്ടിരിക്കാൻ പറ്റില്ല, ആങ്സൈറ്റി താഴെ വന്നോളും, കമ്പൽസീവ് ബിഹേവിയറിലോട്ട് നമ്മൾ പോകണ്ട. സോ ദാറ്റ് ഗ്രാജുവലി ഈ തോട്ട് വീക്കെൻഡ് ആവും, അതിൽ നിന്ന് നമുക്ക് ആ ചേഞ്ചിലോട്ട് വരാം എന്നുള്ളതാണ്.